2022 നവംബർ 30-നാണ് നമ്മുടെ ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഒരു ഓപ്പൺ എയുടെ ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഒരു സർവീസ് പബ്ലിക്കിനായിട്ട് അവൈലായി കിട്ടിയത്. അപ്പോൾ അന്ന് അത് തുടക്കത്തിൽ വലിയൊരു വിപ്ലവമായിരുന്നു. പക്ഷേ ഇന്നത്തെ ചാറ്റ് ജി പി ടി നമ്മൾ ഈ ഒരു 3 വർഷത്തിന് ശേഷം നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ചാറ്റ് ജി പി ടി വെച്ച് നോക്കുമ്പോൾ അന്ന് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആ ചാറ്റ് ജി പി ടിക്ക് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. അതായത് പ്രോംപ്റ്റ് ചെയ്യുന്നു, ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ സാധിച്ചിരുന്ന ഒരു എന്താ പറയുക ഒരു എ ഐ പ്രോംപ്റ്റിംഗ് ടൂള് എന്ന് വേണമെങ്കിൽ ചാറ്റ് ജി പി ടിയെ വിളിക്കാറുള്ളൂ. പക്ഷെ അന്ന് അത് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിങ്ങിൽ ഒരു സ്പ്രെഡ്ഷീറ്റിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അക്കൗണ്ട്സും കാര്യങ്ങളും ഡീറ്റെയിൽസും ഡാറ്റയൊക്കെ എൻട്രി ചെയ്ത് കൊടുത്ത് അതിനൊരു സ്പ്രെഡ്ഷീറ്റ് ആക്കി തരുന്നത് അത് വലിയൊരു കാര്യമായിട്ട് അന്ന് തോന്നി. പക്ഷെ അതിൻ്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് പിന്നീട് ചാറ്റ് ജി പി ടിയിൽ ഇമേജ് ക്രിയേഷൻ വന്നു. ഇമേജിന് അപ്പോൾ ആദ്യം വന്ന ആ ഒരു ഇമേജ് ക്രിയേഷൻ ടൂള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമേജിന് പ്രത്യേകിച്ച് ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒരു റിയലിസ്റ്റിക്കോ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. വളരെ എന്താ പറയുക ഒരു വൃത്തികെട്ട രീതിയിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൂളായിരുന്നു. പിന്നീട് അതിൽ എവല്യൂഷൻ വന്നു, നല്ല രീതിയിൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ വീഡിയോ ക്രിയേഷനിൽ ചാറ്റ് ജി പി ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. സൊറ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ സൊറയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളൊന്നും വരുത്താൻ അവർക്ക് സാധിച്ചില്ല. ഇപ്പോൾ സൊറ 2.0 ഇറങ്ങിയതേ ഉള്ളൂ. വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും സൊറയിൽ വന്നില്ല എന്നുണ്ടെങ്കിലും ആ സമയത്താണ് ഗൂഗിള് ജെമിനൈ ആയിട്ട് വരുന്നത്. ജെമിനൈയിൽ നല്ല രീതിയിലുള്ള വീഡിയോ ക്രിയേഷൻ സാധിച്ചു. അതായത് VO2 ഇപ്പോൾ VO3 നമ്മുടെ മലയാളത്തിലൊക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതേപോലുള്ള വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ജെമിനൈയിലൂടെ സാധിച്ചു. അങ്ങനെ ഈ AI ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു തവണയെങ്കിലും AI യൂസ് നമുക്ക് വരുന്നൊരു രീതിയിലേക്ക് നമുക്ക് AI ട്രാൻസ്ഫോം ആയി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഹേ സിറി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഐഫോൺ നമുക്ക് തിരിച്ച് നമ്മളോട് ടോക്ക് ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതുമെല്ലാം എയുടെ ഒരു ഭാവമാണ്. അത് മാത്രമല്ല നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കാണുമ്പോഴോ ഒക്കെ നമുക്ക് ഈ റീല് കാണുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിച്ചു തരുന്നത് AI സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഈ ഡാറ്റ അനലിറ്റിക്സും അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് എൻഡിൽ ഒരുപാട് മറ്റു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഡാറ്റ അനലിറ്റിക്സ് അല്ലാന്നുണ്ടെങ്കിൽ റീജിയണൽ സെറ്റിങ്സ് വെച്ചിട്ട് ആ റീജിയണൽ ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്ടപ്പെടുന്ന ആ റീജിയനിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്ക് എൻഡിൽ ഒരുപാട് അനലിറ്റിക്സും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നത് പ്രോംപ്റ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ്. ഇപ്പൊ ഈ ഒരു പ്രോംപ്റ്റിങ്ങിനെ അടുത്ത ലെവലിലേക്ക് പ്രോംപ്റ്റിങ്ങിൽ നിന്ന് മാറാൻ തുടങ്ങി. അതായത് ഏജന്റിക് AI എന്ന് പറയുന്ന ഒരു മോഡലിലേക്ക് ഇപ്പോൾ മാറാൻ തുടങ്ങി. ഏജന്റിക് AI എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോംപ്റ്റിങ്ങിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ പ്രോംപ്റ്റ് ചെയ്യുന്നു, ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് തരാൻ പറയുന്നു, ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നു, ഈ ഇമെയിലിനെ നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ മെയിലിൽ കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ ആ മെയിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു രീതിയിലായിരുന്നു ഈ പ്രോംപ്റ്റിങ്ങിൽ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഈ ഏജന്റിക് AI എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി വന്നു. അതായത് ഡിസിഷൻസ് നമുക്ക് N8N പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഏജന്റിക് AIs ക്രിയേറ്റ് ചെയ്യും. അതായത് നമുക്കൊരു ഫ്ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇമെയിലിനെയും ചാറ്റ് ജി പി ടിയെയും അല്ലാന്നുണ്ടെങ്കിൽ ജെമിനിയെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പം ഇത് ആക്ച്വലി ഈ പ്രോംപ്റ്റിങ് മാത്രമല്ല, ഇതൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ലെവലിലേക്ക് കൂടെ ഇതിനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പം ആളുകൾക്ക് ചെയ്യാനുള്ള ടാസ്കുകൾ അല്ലെങ്കിൽ ആളുകൾക്ക് കൈകാര്യം ചെയ്യാനുള്ള ടാസ്കുകളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെയൊക്കെ നമുക്ക് പ്രാബല്യത്തിൽ വരുത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ആക്ച്വലി ആ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടെലികോളറിനെ വിളിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു വെക്കേഷന് ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഹോട്ടലിൽ വിളിച്ച് റൂം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടെലികോളർ വേണം. പക്ഷേ ഞാൻ നൈറ്റ് ടൈമിലാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐദർ ഞാൻ അവർക്കൊരു മെയിൽ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മിസ് കോൾ കണ്ടിട്ട് അവർ തിരിച്ചു വിളിക്കണം. സോ ഇവിടെ ഒരു റിസപ്ഷനിൽ ഒരാളില്ലാത്ത സമയത്ത് അവിടെ സംസാരിക്കാനായിട്ട് അവരൊരു ഏജന്റിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ ആ ഏജന്റുമായിട്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിച്ച് എനിക്ക് റൂം ബുക്ക് ചെയ്യാം. ഏജന്റിന്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ്? ഈ ഏജന്റിന് അവർക്ക് വേണമെങ്കിൽ ഇപ്പം ഞാൻ മൂന്നാറിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഞങ്ങൾക്ക് ആലപ്പുഴ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, തേക്കടിയിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഈ പ്രോപ്പർട്ടീസും കൂടെ ആ ഒരു ട്രിപ്പിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ച് അവർക്ക് ക്രോസ് ചെയ്യാനുള്ള
ഒരു കേപ്പബിലിറ്റി ഈ ഏജൻസിന് ഉണ്ട്. പിന്നെ ഈ ഒരു ഏജന്റ് കണ്ടിന്യൂസ് ലേണിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഇന്നർ അറൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗസ്റ്റിന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഈ ഏജന്റിന് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് ഈ ഏജന്റ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ചിന്തിച്ച് ഡിസിഷൻസ് എടുക്കാനായിട്ട് കേപ്പബിലിറ്റി വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ AI ഏജന്റുകളെ കൊണ്ട് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പല പണികളും ചെയ്യിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഹ്യൂമൻ റേസിൽ വർക്ക് കുറയുമോ അല്ല ഇപ്പം പറയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഭാവിയിൽ ഒരുപാട് ഹയറിങ്ങുകൾ ഭാവിയിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങളെല്ലാം ഇപ്പം AI കൈകാര്യം ചെയ്യാൻ AIക്ക് സാധിച്ചു തുടങ്ങിയതോടെ ഹയറിങ്ങുകളുടെ എണ്ണം കുറഞ്ഞു. അപ്പം കഴിഞ്ഞ ഇടയ്ക്കാണ് ഇൻഫോസിസ് ഒരു 10,000 എംപ്ലോയീസിനെ അവർ പിരിച്ചുവിടാൻ പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അവർ പ്രത്യക്ഷത്തിൽ പറഞ്ഞത് AIയുടെ ഒരു ഇതുകൊണ്ടല്ല, അവർ വർക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. പക്ഷേ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ AIയുടെ ഒരുപാട് ഇൻഫ്ലുവൻസസ് ഉണ്ട്. കാരണം നേരത്തെ ഒരു 10 പേര് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി ഒരാൾക്ക് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് ഇപ്പം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഭാവിയിൽ നമുക്ക് ഒരുപാട് ഇന്ന് കാണുന്ന അതേ ജോലികൾ തന്നെ അടുത്ത ഒരു 10 വർഷത്തിന് ശേഷം കാണുമെന്ന് പറയാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഹയറിങ്സ്, പുതിയതായിട്ട് വരുന്ന സ്റ്റാർട്ടപ്പുകളിൽ ഹയറിങ്സ് വളരെ കുറവായിരിക്കും. അതായത് ഒരു $20 ബില്യൺ ആനുവൽ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി നോർമലി നേരത്തെ നോക്കുകയാണെങ്കിൽ ഒരു 1000-ഓളം എംപ്ലോയീസ് എന്തായാലും അങ്ങനെ ഒരു കമ്പനിയിൽ ഉണ്ടായിരുന്നിരുന്നു. ഒരു 1000 അല്ലെങ്കിൽ ഒരു 10,000 വരെ എംപ്ലോയീസ് ആ ഒരു ലെവലിലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ലവബിൾ അല്ലെന്നുണ്ടെങ്കിൽ ബോൾട്ട് പോലുള്ള AI കമ്പനീസിൽ വെറും 20 എംപ്ലോയീസിനെ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു $20 ബില്യൺ ടേൺ ഓവർ ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് അത്രത്തോളം എംപ്ലോയീസ്, പണ്ടുണ്ടായിരുന്ന അത്ര എംപ്ലോയീസ് കമ്പനികളിൽ ആവശ്യമില്ല. എംപ്ലോയീസിൻ്റെ എണ്ണം വളരെ കുറവ് മതി. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരികയാണ്. അപ്പം ഭാവിയിൽ എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകും? അത് പറയുന്നതിന് മുമ്പ് ഏജന്റിക് AIയെ കുറിച്ചിട്ട് കുറച്ച് മിഥ്യാധാരണകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് പറയാം. ആക്ച്വലി ഞങ്ങളൊരു ഏജന്റിക് AI ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഏജന്റിക് AIസിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇപ്പം റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്ത ഒരു ഏജന്റിക് AI എന്ന് പറയുന്നത് ഹോട്ടൽ ബുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു റിസപ്ഷനിസ്റ്റാണ്. അപ്പോൾ ആ റിസപ്ഷനിസ്റ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി മോസ്റ്റ്ലി ഹോട്ടലുകളുടെ പെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ടൈമിൽ, അതായത് ഒരു പ്രീമിയം റിസോർട്ട് കാറ്റഗറീസിലുള്ള ഹോട്ടൽസ് നൈറ്റ് ടൈംസിൽ അവിടെ അവർക്ക് റിസപ്ഷൻസിൽ ആൾക്കാരുണ്ടാവില്ല. ഓഫീസ് ടൈം 6 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോകും. പിന്നെ നൈറ്റ് ടൈമിൽ അവർ കോൾ അറ്റൻഡ് ചെയ്യണമെന്നില്ല. കാരണം അവർക്ക് അവരുടെ ഫാമിലി ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ നൈറ്റ് ടൈമിൽ ആളുകൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ നോർമലി ഈ ഒരു ഹോട്ടൽസിൽ എൻക്വയറി ചെയ്യുന്ന ഓൾറെഡി ബുക്ക് ചെയ്തിരിക്കുന്ന ക്ലയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ പുതിയ എൻക്വയറീസ് വരുന്നതാണെങ്കിലും അവർ മിക്കവാറും US ഒരു ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ഈ നൈറ്റ് ടൈമിലായിരിക്കും. നമ്മുടെ ഇവിടെ നൈറ്റ് ടൈം ആകുമ്പോഴായിരിക്കും അവർക്ക് അവിടെ ഡേ ടൈം. സോ ആ ഒരു സമയത്തായിരിക്കും അവർ എൻക്വയറി ചെയ്യുന്നത്. സോ ആ ടൈമിൽ ഇവിടെ കോൾ അറ്റൻഡ് ചെയ്യാൻ ആളില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കോൾസ് മിസ് ചെയ്യാനുള്ള സാധ്യതകൾ ഹോട്ടൽസിനുണ്ട്. ഒരുപാട് റവന്യൂ മിസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അവിടെ വ്യക്തമായിട്ട് അവരോട് സംസാരിച്ച് അല്ലെങ്കിൽ അവരുടെ സോഫ്റ്റ്വെയറിലേക്ക് ഡയറക്റ്റ് ഒരു ബുക്കിംഗ് ആഡ് ചെയ്തിട്ട് ഈ ബുക്കിങ്ങിനെ മാത്രം ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് പിറ്റേന്ന് രാവിലെ ഹ്യൂമൻസ് ഒരു എഫോർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്ര സിമ്പിളായിട്ട് ആ ഒരു പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു സൊല്യൂഷൻ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പിച്ച് ചെയ്യുന്ന മിക്ക ഹോട്ടൽസിലും അതിൻ്റെ VP അല്ലെന്നുണ്ടെങ്കിൽ GM ഈ ഒരു ലെവലിലുള്ള ആളുകൾ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക സീനിയോറിറ്റി ലെവലിലുള്ള ആൾക്കാരാണ്. സോ അവർക്ക് ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ AI ഡൈജസ്റ്റ് ആവുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെവലിലുള്ള ആൾക്കാർ ഓൾറെഡി അവർ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ഈ AIക്ക് ഇത്ര കേപ്പബിലിറ്റീസ് ഉണ്ടെന്നുള്ളത് ഒന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. സോ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വിത്ത് പ്രൂഫ് നമ്മൾ കാണിക്കുകയാണെങ്കിലും അവരത് ഇത് സംഭവിക്കുമോ, ഇതിങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ, ഹ്യൂമൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി AIക്ക് ചെയ്യാൻ സാധിക്കുമോ? പക്ഷെ ഡെഫിനറ്റ്ലി ഹ്യൂമൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് AIക്ക് സാധിക്കും. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോട്ടലിലെ എൻറ്റയർ ആൾക്കാരെ നമ്മൾ റീപ്ലേസ് ചെയ്യുമെന്നുള്ളതല്ല. ആൾക്കാരുടെ അഭാവത്തിൽ അവിടെ എങ്ങനെ വർക്ക് നമുക്ക് എന്താ പറയുക നമ്മുടെ കേപ്പബിലിറ്റി കൂട്ടാം അല്ലെങ്കിൽ റവന്യൂ കൂട്ടാം, അതാണ് അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അപ്പം അങ്ങനെ ആ ഒരു അക്സെപ്റ്റൻസ് ലെവല് ഇപ്പോഴും ഈ ഒരു ഏജന്റിക് AI ഡെവലപ്പ് ചെയ്യുന്ന കമ്പനീസിന് കിട്ടി തുടങ്ങിയിട്ടില്ല. പക്ഷേ
ഫ്യൂച്ചറിൽ ഇന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ മറ്റ് വേറെ ഏതെങ്കിലും കമ്പനികൾ ക്രിയേറ്റ് ചെയ്യും. നാളെ അവർക്ക് അത് അഡാപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ നോർമലി കസ്റ്റമേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ടോക്കാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തായിരിക്കും ഏണിങ്, ആളുകൾ എങ്ങനെ ഏൺ ചെയ്യുമെന്നുള്ളതാണ് ഇനിയിപ്പം നമുക്ക് നോക്കാൻ. അപ്പോൾ ഫ്യൂച്ചറിൽ ആളുകൾ മിക്കവാറും എന്താ പറയുക, ഇനിയിപ്പം എഐസിനെ വെച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എഐയുമായിട്ട് കോമ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എഐയുടെ ഒപ്പം തന്നെ മുമ്പോട്ട് പോകും. എഐയുടെ ഒപ്പം മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എഐ അഡാപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് വരുമാന മാർഗ്ഗങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്കൊരു ഫ്ലീറ്റ് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടാക്സി ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ടെസ്ലയുടെ ഓട്ടോ പൈലറ്റ് കാർസ് മേടിച്ചിട്ട് അതിനെ ഒരു ടാക്സി ഫോർമാറ്റിലേക്ക് മാറ്റി അതിനെ വിട്ട് കഴിഞ്ഞാൽ ഈവൻ ഡ്രൈവർ ഇല്ലാതെ ഓട്ടോ പൈലറ്റിൽ ഈ കാറ് പല ഏരിയകളിലും പോയി ബുക്കിംഗ്സ് അക്സെപ്റ്റ് ചെയ്ത്, പല ഏരിയകളിലും പോയി അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ ബുക്കിംഗ്സ് അക്സെപ്റ്റ് ചെയ്ത് പലരെയും പലയിടത്തും കയറ്റി ഇറക്കി അത് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ കുറച്ച് കാശുമായിട്ട് വരും. സോ അങ്ങനെ ആ ഒരു ലെവലിലായിരിക്കും ഇനി മുമ്പോട്ട് പോകുന്നത്. അപ്പം പിന്നെ എഐ എങ്ങനെ ജോബ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാൻ പോകുന്നത്. എഐ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് ജോബ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഫ്യൂച്ചറിൽ എഐ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കുറച്ചുകൂടെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി ഫ്ലീറ്റ് മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞു, അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എഐ പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ പ്രോംപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഒരുപാട് ജോലികൾ കമ്പനികളിലേക്ക് ആവശ്യം വരും. ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോംപ്റ്റിങ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു എഞ്ചിനീയറിനെ അസൈൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഒരുപാട് ജോബ് ഓപ്പണിങ്സ് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഡാറ്റ അനലിറ്റിക്സ് ചെയ്യുന്ന ആളുകളുടെ ആവശ്യങ്ങൾ കൂടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ക്രൈറ്റീരിയാസിനെ ഒരുമിച്ചിട്ടുകൊണ്ട് ഡാറ്റ അനലിറ്റിക്സ് ചെയ്യാനോ, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാനോ, അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ട റിസർച്ച് റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ എഐ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ അതിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി സാധ്യതകൾ കൂടുതലുണ്ട്. പിന്നെ എഐ ഏജന്റ് ഡെവലപ്പേഴ്സ്, അതായത് എഐ ഏജന്റുകളെ ഉണ്ടാക്കി വിൽക്കുന്ന എന്ന് പറയുന്നത് ഒരു ജോലിയായിട്ട് ഫ്യൂച്ചറിലല്ല ഇപ്പോൾ ആയിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ട്. ഏജന്റുകളെ ക്രിയേറ്റ് ചെയ്ത് ഇതേപോലെ കോൾ എടുക്കാനും അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഏജന്റുകളെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ഏജന്റുകളെ ഉണ്ടാക്കുന്നു. അങ്ങനെ മനുഷ്യന്റെ ജോലിയെ വളരെയധികം കുറയ്ക്കാനായിട്ട്, മനുഷ്യന് മറ്റ് ഏരിയകളിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ജോലി ഭാരത്തെ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഏജന്റുകളെ ക്രിയേറ്റ് ചെയ്ത് വിൽക്കുന്ന ഒരു ജോലി. അതായത് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇമെയിൽ നോക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളത്, കാരണം മിക്കവാറും മറന്നുപോയി ഇമെയിൽ നോക്കുക അല്ലെങ്കിൽ വാട്സപ്പ് നോക്കുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒരു ഏജന്റ് എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഏജൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ദിവസത്തെ ഫുൾ ഔട്ട്പുട്ട്, ഇമെയിലിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, ഇമെയിലിൽ കയറിയിട്ട് എന്തൊക്കെയാണ് എനിക്കൊന്ന് വന്നിരിക്കുന്ന ഇമെയിൽ, അതിനെയൊക്കെ അനലൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമെയിലുകൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ പോകാനും ഒക്കെ നമുക്ക് ഈ എഐ ഏജന്റുകളെ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പിന്നെ ഒരു അപ്പോയിൻമെന്റ് ഫിക്സിങ്, അതിന് വേണ്ടിയിട്ട് നമുക്ക് വാട്സപ്പ് ബോട്ടുകളെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എഐയുടെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇനിയിപ്പം ഭാവിയിൽ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ എഐ വെച്ചിട്ട് 3D വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യുക, ബിൽഡിങ്സിൻ്റെ 3D വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യുക, എഐ വെച്ചിട്ട് മറ്റുള്ള അനലിറ്റിക്സുകൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ വളരെയധികം ജോലി സാധ്യതകൾ ഉണ്ടാവും. അപ്പോൾ ഒരു സൈഡിൽ കൂടെ എഐ ജോലി എടുക്കുമ്പോൾ മറ്റൊരു സൈഡിൽ കുറേ ജോലികൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിപ്പോൾ എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ട്രാക്ടറിനെതിരെ സമരം ചെയ്ത പോലെ എഐക്കെതിരെ സമരം ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഏതെങ്കിലും ഒരു രാജ്യത്ത് എവിടെയെങ്കിലും ഇരിക്കുന്ന സെർവറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇന്റർനെറ്റ് ഉള്ളിടത്തോളം കാലം നമുക്ക് എഐ ആൾക്കാർക്ക് അക്സസിബിലിറ്റിയും ഉണ്ടാകും, എഐ ആൾക്കാർ യൂസ് ചെയ്യുകയും ചെയ്യും. എന്തായാലും ഇനിയിപ്പം ആ ഒരു പഴയ കാലത്തെ സമര രീതികളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പം അത് തന്നെ എഐ അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നൊരു സാധനമാണ്. അപ്പം അതിനു വേണ്ടി കേപ്പബിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ജനറേഷനെ മാറ്റുക എന്നത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്കൂൾസിൽ തന്നെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എഐയിൽ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ എന്താ പറയുക, സ്കൂൾസിൽ കോഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക. ഈ ബൈഹാർട്ട് ആക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലെസൺസ് കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ഭാവി തലമുറയെ നമുക്കിതിന് കേപ്പബിൾ ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അവർ തന്നെ അവർക്ക് വേണ്ട ജോലികൾ കണ്ടെത്താനും, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താനും ഒക്കെ അവർക്ക് സാധിക്കും.
അപ്പോൾ ഇത് കുറേ ഇനീഷ്യേറ്റീവുകളും വന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയുന്ന UBI എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് വന്നിട്ടുണ്ട്. അപ്പം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് കോയിൻ എന്ന് പറഞ്ഞൊരു കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു സെർട്ടൺ നമ്പർ ഓഫ് കോയിൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ വേൾഡ് കോയിൻസ് എന്ന് പറയുന്ന പ്രോജക്റ്റിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക്കലി ഈ വേൾഡ് കോയിൻ എന്ന് പറയുന്ന കോയിൻസ് വെച്ചിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താനും അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഒരു എന്താ പറയുക ഒരു ബേസിക് നീഡുകൾ നടത്താനും ഒക്കെ നമുക്ക് ഈ കോയിൻസ് യൂസ് ചെയ്യാം. ആ ഒരു രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പോൾ അപ്കമിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ സാം ആൾട്ട്മാൻ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വേൾഡ് കോയിൻ എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയുന്നതാണ് അവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലോകത്തെല്ലാവർക്കും ഒരു ബേസിക് ഇൻകം ഉണ്ടാവണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജോബ് ഡിസ്ട്രപ്ഷൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇന്നുള്ള AI കമ്പനീസിന് തന്നെ അത് വലിയൊരു ബാധ്യതയാണ്. കാരണം അവരുടെ പ്രൊഡക്ട്സ് മേടിക്കാനും ആളുകളുടെ കയ്യിൽ പൈസ വേണമല്ലോ. സോ ആൾക്കാർക്ക് ഒരു ബേസിക് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ട്രാൻസാക്ഷൻ ലെവൽ കീപ്പ് ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ഇടയ്ക്കുണ്ടാകുന്ന ആ ഒരു സ്ലോപ്പിനെ അവർക്ക് ബാലൻസ് ചെയ്ത് നിർത്താൻ സാധിക്കും. അതാണ് അവർ ഈ ഒരു യൂണിവേഴ്സൽ ബേസിക് ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെറിയ ചെറിയ ടാസ്ക് വഴി ആ ഒരു വേൾഡ് കോയിൻസ് ആളുകളിലേക്ക് എത്തിക്കുന്നത് ഒരു പ്രോസസ്സ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ആൾക്കാർക്ക് ഇപ്പം തന്നെ അതിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നോ അല്ലെങ്കിൽ ഇത് എത്രത്തോളം ലെജിറ്റിമേറ്റ് ആണെന്നോ എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനത്തെ ഉള്ള കുറേ ഇനിഷ്യേറ്റീവുകൾ ഇപ്പം വരുന്നുണ്ട്. അപ്പം ഈ ഡിസ്പ്ലേസ്ഡ് വർക്കേഴ്സ്, അതായത് AI കാരണം ജോലി നഷ്ടപ്പെടുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാനെന്നുള്ള രീതിയിലാണ് ഈ വേൾഡ് കോയിനൊക്കെ ഇപ്പം ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം AI ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഡേ ടു ഡേ നമ്മൾ ഇന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ രാവിലെ എണീക്കുമ്പോൾ AIയുടെ എന്തെങ്കിലും ഒരു പുതിയ മാറ്റം നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ AI കൊണ്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പം നമുക്ക് ഇനിയിപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ടെക് ന്യൂസുകൾ ഒരുപാട് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഇപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഫ്രീ വേർഷൻ ഓഫ് ChatGPT അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനി ആയിരിക്കും. പക്ഷേ നിങ്ങൾ എയർടെലിൻ്റെ സിമ്മാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പെർപ്ലിസിറ്റി എന്ന് പറയുന്ന ഈ ഗൂഗിൾ ജെമിനി, ക്ലോഡ്, ChatGPT ഇതിനെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പെർപ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. ഇതിനെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് എയർടെലിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതിന് എയർടെലും മൈ ആപ്പിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ക്ലെയിം OTTs എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ക്ലെയിം OTTസിൽ പോയി കഴിഞ്ഞാൽ എയർടെലിൻ്റെ പോസ്റ്റ് പെയ്ഡോ പ്രീപെയ്ഡോ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് ക്ലെയിം ചെയ്യാം. അത് ക്ലെയിം ചെയ്ത് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു പ്രോ എക്സ്പീരിയൻസ് അതിൽ കിട്ടും. അപ്പം ഇപ്പം യൂസ് ചെയ്യുന്ന ഫ്രീ വെർഷനിൽ ഒരുപാട് ലിമിറ്റുകളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും അത് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻസൈറ്റ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻസിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതും പറയുക. താങ്ക് യു.